ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനാണ്, ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണെന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫറുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നടത്തം കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് വന്നു. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ. തുടർന്നുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങും തുടങ്ങാം. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗ്രോസറി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ്, ഇവിടെ 2-3 ഷോപ്പുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഷോപ്പ് ഇതാണ്. നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു സാധനമാണ്, എന്നും വേണ്ടൊരു സാധനമാണ് പഴം. പക്ഷേ പഴം മോശമാണ്, നല്ല പഴമില്ല, എല്ലാം മോശപ്പെട്ട പഴമാണ് എല്ലാം. അതാണ്. അപ്പോൾ ഞാനങ്ങനെ അധികം ബ്രെഡ് കഴിക്കാറില്ല കേട്ടോ. ബ്രെഡ് നമ്മൾ എടുക്കാറില്ല. ബ്രെഡ് ഇവിടെ വന്ന സമയത്തൊക്കെ നന്നായിട്ട് ബ്രെഡ് കഴിക്കും. കാരണം ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ബ്രെഡ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് വയറിന് പറ്റാണ്ടായി തുടങ്ങി. വയറ് നമുക്ക് പ്രശ്നങ്ങളായി തുടങ്ങി. എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ബ്രെഡ് പ്രശ്നക്കാരനാണെന്ന്. അങ്ങനെ ഞാൻ ബ്രെഡിനെ പതുക്കെ ഒഴിവാക്കി. പാല് അതുപോലെ തന്നെ, പാലും എനിക്ക് നമ്മൾ നാട്ടിലൊക്കെ വെച്ച് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലെന്ന് പറഞ്ഞാൽ നല്ല പാലല്ലേ. ഇതെന്ന് പറഞ്ഞാൽ പല പ്രോസസ്സിങ് കഴിഞ്ഞ് വരണ പാലുകളായതുകൊണ്ട് അത് വയറിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കണം കേട്ടോ. ഇതിവിടെ വൈന് കാര്യങ്ങളുടെയൊക്കെ വലിയ ശേഖരമുണ്ട് ഇവിടെ, വലിയൊരു കലവറ കേട്ടോ. വൈൻ കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല ഇത് എന്താ, എല്ലാം എങ്ങനെയാണ്, ഏതാണ്. ഇത് ആൽക്കഹോൾ ഉള്ളതുണ്ട്, ആൽക്കഹോൾ ഇല്ലാത്ത വൈനുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാട്ടോ, ഭയങ്കര കളർഫുള്ളാണ്. നമ്മൾ കണ്ടോ ഇതിൻ്റെയൊക്കെ കളറ് നോക്കി. ഇത് ചെറിയാണ് കേട്ടോ ഇതിനകത്തുള്ള പടം. ലിമേറ്റ് അത് എന്താ ബെറി പ്ലസ് ലെമൺ അതിൻ്റെ വൈനാണെന്ന് തോന്നുന്നത്. കോക്ടെയിൽ ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് വന്നിട്ട് 5.5% ആൽക്കഹോള് ഉള്ള കോക്ടെയിലാട്ടത്. അങ്ങനത്തെ പല വെറൈറ്റികളുണ്ട് കേട്ടോ. ഭയങ്കര രസം. കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കളറ് നല്ല ഭംഗിയുള്ള കളറും ഒക്കെയാണ്. ഇത് കണ്ട, ഇതിൻ്റെ കളറ് കണ്ട, ഒരു ഭയങ്കര ഒരു ക്ലൗഡി ആയിട്ടുള്ള കളറ്, നല്ല ഭംഗി. അതിൻ്റെ തന്നെ യെല്ലോ. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇത് ആൽക്കഹോൾ ഫ്രൈ ആണ്. ആൽക്കഹോൾ ഇല്ലാത്ത ആൽക്കഹോൾ ഫ്രൈ ആണത്. ഓക്കെ, നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാലും വെറുതെ കാണുമ്പോൾ രസമല്ലേ. ഞാൻ അങ്ങനെയൊക്കെ നോക്കാറില്ല കേട്ടോ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നോക്കിയതാണ്. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കണ്ടിട്ട്. പിന്നെ ഞാൻ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കുക, അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഓഫർ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഓഫർ എപ്പോഴും അങ്ങനെ നല്ല ഓഫർ കിട്ടുമൊന്നുമില്ല. ചില സമയങ്ങളിൽ നല്ല പൈസ കുറവുണ്ടാവും, ചില സമയങ്ങളിൽ നല്ല പൈസയായിരിക്കും. ഇതെന്തോ ഇത് കാല് മസാജ് ചെയ്യണം സാധനം. നാഗൽ ട്രോക്കനർ. നമ്മുടെ നഖം ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. പക്ഷെ എൻ്റെ പൊന്നെ, എന്തൊക്കെ സാധനം നോക്കി. നാഗൽ പടമുണ്ട് ഇവിടെ, കാണിച്ചുതരാം. ഇതുപോലെ നമുക്ക് ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നഖം കയറ്റി വെച്ചിട്ട് ഉണക്കാം. അതിനകത്ത് കയ്യും കാലൊക്കെ കയറ്റി വെച്ച് ഉണക്കാം. ടെക്നോളജി ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ അങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ ജ്യൂസിൻ്റെ സെക്ഷനാണ്. ജർമ്മൻകാർക്ക് ഇവർക്ക് ജ്യൂസ് ഇല്ലാതെ കോക്ക് അതായത് കോള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് പറ്റില്ല കേട്ടോ. ഇവർ ഇതിൻ്റെ മെയിൻ ആൾക്കാരാണ്. ഉണ്ട് ഇതൊക്കെ കോള, ഫാൻറ്റ, നമ്മുടെ നാട്ടിലെ ഫാൻറ്റ ഒക്കെയാണ് കേട്ടോ. പിന്നെ പല വെറൈറ്റീസ് ഐസ് ടീ, പല ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറുള്ള ഐസ് ടീ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്താണ് പ്രത്യേകിച്ച്, ഇത് കൊള്ളാമല്ലോ. ഇതൊരു ലഞ്ച് ബോക്സാണ്, നമ്മുടെ ഡോസൺ സെറ്റ്. 5 എണ്ണം 4.99, €5. അങ്ങനെയുണ്ട്. കൊള്ളാമോ?
തുറന്നു നോക്കിയാലോ? വഴി കണ്ടാൽ ചിലപ്പോൾ അവിടെ തുറന്നു പറഞ്ഞൊരു പണ്ട് നമുക്കത് 5 പാത്രം 5 യൂറോ കേട്ടോ. 5 യൂറോ. ഓ കൊള്ളാം. ഇങ്ങനെ ഒന്ന് ഇതിനകത്തും ഉണ്ട് കേട്ടോ. ഉണ്ട്. ഇത് വലുത്, അത് ചെറുത്. ഓ കൊള്ളാം കൊള്ളാം. കുട്ടി മിനി കുട്ടീസ്. നല്ല ഭംഗി. ഒന്നിൻ്റെ അകത്ത് വേറൊന്ന്. അങ്ങനെ 1 2 3 ഇതിനകത്ത് 4 5. കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? പിന്നെ ഇങ്ങനെ ഒരു സെപ്പറേഷനും ഉണ്ട് കേട്ടോ നടുക്ക്. നമുക്കിത് മാറ്റണമെങ്കിൽ മാറ്റാം. സെപ്പറേറ്റ് ആക്കി വയ്ക്കാം. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കും. കൊള്ളാം. ഒരെണ്ണം എടുത്താലോ? കണ്ടപ്പോൾ നല്ല രസമല്ലേ? ഒരെണ്ണം ഞാൻ എടുക്കും കേട്ടോ. പാത്രം എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. എന്താണെന്നറിയില്ല. നിങ്ങളിങ്ങനെ തന്നെയാണോ? എനിക്ക് പാത്രങ്ങൾ കണ്ട പാത്രം ഒരു വീക്ക്നെസ്സാണ്. മോശം സ്വഭാവമാണ് എന്നറിയാം. എന്നാലും ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഏതായാലും. പിന്നെ ഇനി വേറെ കൂടുതലൊന്നും നോക്കണില്ല. എനിക്ക് വേറെ അത്ര അത്യാവശ്യമൊന്നുമില്ല. പാലാണ് എനിക്ക് മെയിനായിട്ട് തീർന്നു പോയത്. പാല് വാങ്ങണം. പാല് നമുക്ക് പോയി എടുക്കാം. പിന്നെ ബ്രെഡ് എടുത്തു, ചിക്കൻ എടുത്തു. ബ്രെഡല്ല, ഇവിടെ വേറെ പാത്രം ഇരിക്കണ്ടല്ലോ. പാത്രത്തിന് 12 യൂറോ. പാല് തീർന്നിരിക്കുവാണ്. പാലിവിടെ കാണാനേ ഇല്ലല്ലോ. ഭാഗ്യം, രക്ഷപ്പെട്ടു. അപ്പോൾ പാലും കുടിക്കണ്ട. പാല് കുടിക്കില്ല കേട്ടോ. പാൽ ചായ ഒരു 2 ദിവസം കൂടുമ്പോഴാണ് ഞാനൊന്ന് പാൽ ചായ കുടിക്കുന്നത്. അപ്പോൾ ആ പാൽ ചായ ഒന്ന് 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഒരു നേരം ഒരു ചായ കുടിക്കും. അതൊക്കെ കുറച്ചതായിട്ടോ. മറ്റത് പാൽ ചായ ഇല്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. പാൽ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ തലവേദന എടുക്കുമ്പോഴും എന്തൊക്കെ ഒരു വിഷമം പോലെയൊന്നും. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി പാലിൻ്റെ ഉപയോഗം കുറച്ചു. ചിലപ്പോൾ തോന്നണ പോലെ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഒരു ചായ കുടിക്കും. അത്രേ ഉള്ളൂ ഇപ്പം. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ ഗ്രീൻ ടീ കഴിക്കും. പിന്നെ വെറുതെ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം, ഞാൻ നാരങ്ങ ഇട്ടിട്ട് വെള്ളം കുടിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാവുമെന്ന് നമുക്കൊരു തോന്നലുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ്. നമ്മൾ കുറേ ഒന്ന് ട്രൈ ചെയ്ത് ശരിക്കും ഒന്ന് മസിൽ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒക്കെ നടക്കും. ഇത് പിന്നെ ഒരു സൈസ് ബ്രെഡാണ് കേട്ടോ. ഇത് ഹാഫ് കുക്ക്ഡ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ വേവിൽ വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കുക. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടം. അതിനകത്തൊന്നും വേണ്ട. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു സാധനവും വേണ്ട. അതായത് ഞാൻ ഉദ്ദേശിച്ച നമുക്ക് ചീസോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെയുള്ള ഒരു സാധനം വേണ്ട. ചുമ്മാ ഇത് കടിച്ച് തിന്നാം. എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ചീസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കറിയില്ല എന്തൊക്കെയാണ്. അതുപോലെ ചീസുകളാട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം നമ്മൾ ബ്രെഡിൻ്റെ കൂടെ വെച്ച് കഴിക്കണം ചീസ് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം പല ഫ്ലേവറുകൾ, പല ടേസ്റ്റുകൾ, പല അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് അറിയില്ല. ഇത് നമുക്ക് കണക്കെടുത്ത് പറയാൻ ഇതങ്ങനെ എണ്ണിയ ഉള്ള കണക്ക്. നമ്മുടെ നാട്ടിൽ നമുക്ക് വളരെ കുറച്ച് 1 2 3 അമൂലിൻ്റെ ബട്ടർ അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ ഇപ്പോൾ പുതിയ കുറച്ച് കമ്പനീസ് അങ്ങനെയൊക്കെയുള്ള ഇവിടെ തോന്നുന്നില്ല. ഇവിടെ ഒരു ബൾക്ക് ഓഫ് ചീസ്, പാലിൻ്റെ സംഭവങ്ങൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. കുറേ അത് എങ്ങനെ ഞാൻ എല്ലാം കൂടി ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എനിക്കറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ക്യാമറ ഒന്ന് തിരിക്കാം. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഈ ഒരു സൈഡ് മുഴുവൻ നമ്മൾ ഈ കാണുന്ന ഒരു സൈഡില്ലേ, നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു സൈഡ് മുഴുവൻ ചീസ്, ബട്ടർ, പല വെറൈറ്റീസ്, മറ്റേ എന്തുവാ അങ്ങനെ ഒരുപാട് എനിക്ക് പേരൊന്നും പറയാൻ പോലും അറിയില്ല. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവർ മെയിനായിട്ട് ജർമ്മൻകാർ കഴിക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. എവിടെ ഇരിക്കണം സംഭവം. ഇതാ ഈ ഒരു സെക്ഷൻ കണ്ടോ. ഇത് കണ്ടോ. ഇത് കാണാമോ? അതായത്
സലാമി എന്നാണ് ഇവിടെ പറയണത്. ഇതിങ്ങനെ പല എന്താ പോത്ത്, പന്നി, കോഴി, പിന്നെ പുട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ കോഴിയില്ലേ, ടർക്കി കോഴിയുടെ ഇത് എന്താ ഇറച്ചി വെച്ചിട്ട് അവരിങ്ങനെ പേസ്റ്റാക്കി അരച്ച് മെഷീനിലാക്കിയിട്ട് അങ്ങനെ വരുന്നൊരു സംഭവമാണ് ഇതൊക്കെ കേട്ടോ. അതിൻ്റെ കൂടെ പല കൂട്ടുകളും ചേർത്തിട്ട് ഇതിങ്ങനെ വയ്ക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ബ്രെഡിൻ്റെ നടുക്ക് വെച്ചിട്ട് കഴിക്കും. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് അതിനകത്ത് ഈ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ കടിച്ച് കഴിക്കും കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്യുമൊന്നും വേണ്ട, ചുമ്മാ ഇതിങ്ങനെ പച്ചനെ കഴിക്കും കേട്ടോ. പിന്നെ പല വെറൈറ്റീസ് ഓഫ് സോസേജുകൾ, ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സോസേജ് ഇത് വേണ്ട, ഇതൊക്കെ പല ഇതിപ്പോൾ XXL വലിയ പാക്കറ്റാണ്. ഇത് എന്തിൻ്റെ ഇറച്ചിയാണെന്ന് ചോദിച്ചാൽ ഷ്വൈൻ ഫ്ലൈഷ് എന്ന് പറഞ്ഞാൽ പന്നി കേട്ടോ. പന്നിയുടെ പോർക്കിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാം ഏതാണെന്ന്. അങ്ങനെ എന്താ പറയുക, വമ്പൻ ഒരു കളക്ഷനാട്ടോ ഇവരുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇവർ കഴിക്കണ മെയിൻ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. നമ്മൾ രാവിലെ ദോശയും പുട്ടും ഉണ്ടാക്കി കഴിക്കുന്ന പോലെ ഇവർ കഴിക്കുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് പാല് കിട്ടിയില്ല, പാല് തീർന്നു പോയി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പാലില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് എടുത്തത്, ഞാനൊരു ബ്രെഡ് എടുത്തു, പിന്നെ ക്യാരറ്റ് എടുത്തു, ചിക്കൻ എടുത്തു, ഒരു പാത്രം എടുത്തു. അൺനെസസറി ആയിട്ട് വെറുതെ കണ്ടെടുത്താണ്. അപ്പോൾ നമുക്കിനി ബില്ലാക്കാൻ നിൽക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ബില്ലാക്കാം. ബില്ലാക്കാനായിട്ടൊരു ക്യൂ ഉണ്ട് കേട്ടോ. ഒരു കൗണ്ടറാണ് ഓപ്പൺ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ബില്ലാക്കാൻ ക്യൂ നിൽക്കുന്നത്. നേരത്തെ ഞാൻ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. ഐസ്ക്രീം കഴിക്കുമായിരുന്നു. പിന്നെ മധുരമുള്ള സാധനങ്ങൾ, അതായത് ഇവിടെ വന്ന നാട്ടിലൊക്കെ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനം ലഡു, ജിലേബി, ഹലുവ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അതൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും കഴിക്കാറില്ല, വളരെ വളരെ കുറവാണ്. വല്ലപ്പോഴും ഒന്ന് നമുക്കൊരു കൊതി തോന്നുമ്പോൾ കഴിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫുഡിൽ കുറേ കൺട്രോൾ വരുത്താൻ തുടങ്ങിയ പിന്നെ എൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിൽ കൺട്രോൾ വരുത്താൻ നോക്കിയപ്പോൾ എനിക്ക് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ്. കാരണം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയണത്, നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കൂടി വരുമ്പോൾ. അത് ഒരു സുഖമില്ലല്ലോ. പിന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ നമ്മുടെ ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നതാണ്. കാരണം നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് രോഗങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് സാധ്യതകൾ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ നമുക്ക് കൊതി തോന്നുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. ഞാൻ കഴിക്കും കേട്ടോ. കൊതി തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് കൊതി തോന്നുമ്പോൾ ഞാൻ എല്ലാം കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബില്ലാക്കട്ടെ. ബില്ലിന് ആൾക്കാർ ക്യൂ നിൽക്കണം. അപ്പോൾ നമുക്ക് ബില്ലാക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ തീരാണ്. വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയ ഷോപ്പിംഗാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുത്തെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കുട്ടി വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.